ഓക്കെ നമ്മുടെ ബീഫ് റെഡി ആവണുള്ളൂ. ഇതാണ് ബീഫ്. ഓക്കെ ഇതാണ് നമ്മുടെ കുക്ക് ചെയ്യുന്ന ഷെഫ്. ഓക്കെ അപ്പോൾ നമ്മള് ബീഫ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചോറ് റൈസ് ആയിട്ടുണ്ട്, ഇനി ബീഫും കൂടി ആയാൽ മതി. സെപ്പറേറ്റ് ആയിട്ടാണ് വെക്കുന്നത്. ഷെഫ് പുറത്തുനിന്ന് വന്നതാണ്. ഷെഫിനെ പുറത്തുനിന്ന് കൊണ്ടുവന്നുള്ളതാണ് എന്ന് പറയും. ജപ്പാനിൽ കൊണ്ടുവന്നുള്ളതാണ്. ഷെഫിന്റെ തല കിട്ടില്ല, ഷെഫിന്റെ ഇതൊക്കെ കിട്ടണോ ഒന്നിച്ച് പിടിക്കടാ, കൈ വരും നമുക്ക്. അപ്പൊ ഷെഫ് കുക്കർ തുറക്കുകയാണ്. ബീഫ് റൈസ് ഇളക്കി. റൈസ് ടേസ്റ്റ് ചെയ്തൊക്കെ റൈസ് എന്തുണ്ട്, റൈസ് നല്ല ഉപ്പുണ്ട്. ഓക്കെ നമ്മൾ റൈസ് വെക്കുന്നുണ്ട്. നമുക്ക് ബീഫിന്റെ കൊണ്ടോട്ടാക്കാം. കൊണ്ടോട്ടത്തിന് വേണ്ടി ഇതാണ് ബീഫ്. ആൻഡ്രോയിഡ് ഫോണിനൊപ്പം ബീഫ് അടിപൊളിയായിട്ട് ബീഫ് വെന്തിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. നമ്മുടെ ഷെഫനെ തിന്നോക്കട്ടെ. ഒന്നുകൂടി ആവാണ്ട്. അപ്പൊ കുറച്ചും കൂടി ആവാണ്ട്. ചക്കന ബീഫ് കൊടുക്കാൻ ഉപ്പ് ലേശം കുറഞ്ഞു. ഉപ്പ് ആഡ് ചെയ്യണം. ഓക്കെ അത് പൊടിയുപ്പാണ്, കല്ലുപ്പല്ല. ഓക്കെ ബീഫ് എടുത്തോണ്ട് എൻ്റെ നമുക്കുള്ളതാണ്. ഓക്കെ മുക്കടി രണ്ട് മിനിറ്റ് കൂടി ആഡ് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മുളകും മല്ലി കൂട്ടിയിട്ട് ഇല്ല. അപ്പം ഉണ്ടാകുന്നുണ്ട്. റൈസ് റെഡി ഉണ്ട്. ചിക്കൻ സ്റ്റാഫ്സ് ആണ്. അപ്പൊ എന്തൊക്കെയാണ് റൈസ് വെന്തുകൊണ്ടിരിക്കുകയാണ്. കൂടെ കണ്ട അല്ലല്ല കുക്കർ ബിരിയാണി. വെള്ളം അടുത്ത പാർട്ട് കൈയിട്ട് ഇട്ടാലോ. ബീഫ് എന്തെങ്കിലും ഇടാം അടുത്ത പാട്ട്. അപ്പൊ ആ ബീഫ് പോകാത്ത സമയത്തിന് ഈ ഒരു പാട്ട് അതിൽ ആഡ് ചെയ്യും. ഓക്കെ.